ചിലരിൽ നിരവധി കാരണങ്ങളാൽ കാലുകൾ വിണ്ടുകീറി അസ്വാസ്ഥ്യം ജനിപ്പിക്കാറുണ്ട്. ഈ വിള്ളലുകൾ കാലുകളുടെ സൗകുമാര്യത്തെ നശിപ്പിക്കും എന്ന് മാത്രമല്ല, വിള്ളൽ കൂടുതലാകും തോറും കഠിനമായ വേദനയും ഉണ്ടാകും. പാദങ്ങളുടെ ശുചിത്വ പരിപാലനത്തിൽ നന്നായി ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ വിണ്ടുകീറലിൽ നിന്നും രക്ഷ നേടാൻ കഴിയും. ഉപ്പൂറ്റി വിണ്ടുകീറുന്നുവെങ്കിൽ ആരംഭത്തിൽ തന്നെ ഇക്കാര്യം ശ്രദ്ധിക്കണം. വിണ്ടുകീറിയ ഉപ്പൂറ്റികൾ വൃത്തിയാക്കുമ്പോൾ വേദനയുണ്ടാകും. അതിനാൽ എപ്പോഴും പാദങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുകയും പാദരക്ഷ ധരിക്കുകയും വേണം. വിണ്ടുകീറിയ ഉപ്പൂറ്റികളിൽ ആദ്യമേ എണ്ണ പുരട്ടി തിരുമുക. തുടർന്ന് എന്തെങ്കിലും പരുക്കൻ വസ്തു കൊണ്ട് ചുരണ്ടി പൊളിഞ്ഞു നിൽക്കുന്ന മാംസം മാറ്റിക്കളയുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി അല്പം ക്രീം പുരട്ടുക. പിന്നെ കാലുറ ധരിക്കുകയും ചെയ്യുക. പാദങ്ങൾ കൂടെ കഴുകുന്നത് നന്നല്ല. വിള്ളൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ പാദങ്ങൾ കഴുകിയ ശേഷം വിള്ളലുകളിൽ ഉരുകാത്ത നെയ്യ്, ബോറിക് ആസിഡ് എന്നിവ പുരട്ടുകയും പിന്നെ കാലുറ ധരിക്കുകയും ചെയ്യുക. 3-4 ദിവസം ഇത് ആവർത്തിക്കുക. വിണ്ടുകീറൽ മാറിയതിനു ശേഷം വീണ്ടും വരാതിരിക്കുവാൻ പാദങ്ങളെ വൃത്തിയായി സൂക്ഷിക്കുക. കാലുറകൾ ധരിക്കുക. എപ്പോഴും ചെരുപ്പ് ധരിക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. പാദത്തിൽ ചെളിയും അഴുക്കും പറ്റാതിരിക്കുന്നതിനും കൊക്കപ്പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാകാതിരിക്കാനും ചെരുപ്പുകൾ ഉപയോഗിക്കപ്പെടുന്നു. ചെരുപ്പ് ധരിക്കാതിരുന്നാൽ പാദങ്ങളുടെ മൃദുത്വം കുറയുകയും ഉപ്പൂറ്റികളിലെ ത്വക്ക് കീറുകയും ചെയ്യുന്നതിനിടയാകും. പാദങ്ങളുടെ ആകൃതിക്ക് വ്യത്യാസം വരുത്തുന്ന ഇറുക്കമുള്ള ചെരുപ്പുകൾ ഒരിക്കലും ധരിക്കരുത്. ചെരുപ്പുകൾ മയമുള്ളതും സുഖമുള്ളതും കാലത്തിനനുസരണമായുള്ളതുമായിരിക്കണം. അങ്ങനെയെങ്കിൽ പാദങ്ങൾക്ക് രക്ഷയും സുഖവും ലഭിക്കുന്നതാണ്. പാദരക്ഷകളുടെ അഭാവം കീടാണുജന്യമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. തണുപ്പിൽ നിന്നും പാദങ്ങളെ രക്ഷിക്കുന്നതിനായി തണുപ്പുകാലത്ത് കാലുറ ആവശ്യം ധരിക്കണം. വർഷകാലത്തും വേനൽക്കാലത്തും വെള്ളം, ചെളി, പൊടി, വിയർപ്പ് എന്നിവയിൽ നിന്നും പാദങ്ങളെയും ചെരുപ്പുകളെയും സംരക്ഷിക്കണം. മാനസികമായ അസ്വസ്ഥതയിൽ നിന്നും മുക്തി നേടുന്നതിനു വേണ്ടി കൂടെ ചെരുപ്പൂരി നഗ്നപാതരായി നടക്കണം. എപ്പോഴും ചെരുപ്പ് ധരിച്ച് നടക്കുന്നതും ശരിയല്ല. വീടിനുള്ളിൽ മാത്രം ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ജോഡി റബ്ബർ ചെരുപ്പുകൾ മാറ്റിവെക്കുക. കാലിൽ അഴുക്ക് പറ്റുന്നത് തടയാനിത് സഹായിക്കുമെന്ന് മാത്രമല്ല, കാൽപാദങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്യപദാർത്ഥങ്ങൾ തറച്ചു കയറുന്നത് തടയുകയും ചെയ്യും. വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന പാദരക്ഷകൾ പുറത്ത് ഉപയോഗിക്കാതിരിക്കുക. പൂന്തോട്ടങ്ങളിലെയും മറ്റും പണികൾ ചെയ്യാനായി പുറത്തു പോകേണ്ടി വരുമ്പോൾ അവയ്ക്കായി പ്രത്യേകം ഒരു ജോഡി ചെരുപ്പുകൾ ഉപയോഗിക്കാം. ഇവ വീടിന് പുറത്ത് തന്നെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. ചെറിയൊരു മുറിവ് പോലും അവഗണിക്കരുത്. ആ മുറിവിലൂടെ ടെറ്റനസ് അണുബാധയുണ്ടായാൽ ചെറിയ മുറിവും ഗുരുതരമാകും. ആണി കൊണ്ട് കാല് മുറിഞ്ഞോ? പെട്ടെന്ന് ടെറ്റനസ് എടുത്തോളൂ. ഇങ്ങനൊരു ഉപദേശം കേൾക്കാത്തവർ ചുരുക്കം. പലപ്പോഴും മുറിവുകൾ നന്നായി ഡ്രസ്സ് ചെയ്യാത്തതും ചെറിയ മുറിവുകളെ അവഗണിച്ച് ചെരുപ്പ് ധരിക്കാതെ ശുചിത്വമില്ലാത്ത സാഹചര്യങ്ങളിൽ പണിയെടുക്കുന്നതും ടെറ്റനസിന് കാരണമാകുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണത്തിലേക്ക് തന്നെ നയിക്കുന്ന രോഗമാണ് ടെറ്റനസ്. ടെറ്റനസ് ബാസില്ലെ എന്ന ബാക്ടീരിയയുടെ വിഷാംശം ശരീരത്തിലെ നാഡീവ്യൂഹത്തിൽ വരുത്തുന്ന മാറ്റം മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ്. രോഗകാരിയായ ഈ വിഷാംശം ഞരമ്പുകളെയും തലച്ചോറിനെയുമാണ് ബാധിക്കുന്നത്. ഓക്സിജൻ്റെ അളവ് കുറവുള്ള അന്തരീക്ഷത്തിൽ വളർന്നു പെരുകുന്ന ബാക്ടീരിയയാണ് ടെറ്റനസ് ബാസില്ലെ. സാധാരണ അന്തരീക്ഷത്തിലും ഈ ബാക്ടീരിയയെ ധാരാളമായി കാണാം. മിക്ക മൃഗങ്ങളുടെയും കുടലിൽ ഈ ബാക്ടീരിയ ഉണ്ട്. അതിനാൽ ഇവയുടെ വിസർജ്യത്തിലൂടെ ഇത് പുറത്തു വരുന്നു. പശുവിൻ ചാണകം, കുതിരച്ചാണകം എന്നിവയിൽ ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചാണകം വളമായി ഉപയോഗിക്കുമ്പോൾ കൃഷിഭൂമിയിൽ ഈ ബാക്ടീരിയകൾ ധാരാളമായി പടരുന്നു. ഇത്തരം ബാക്ടീരിയകൾക്ക് സുഷുപ്താവസ്ഥയിൽ ഇരിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ ഈ അണുബാധ നമുക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വിഷാംശം ശരീരത്തിലെത്തി ഞരമ്പുകളെ ബാധിക്കുമ്പോൾ അവയുടെ പ്രവർത്തനം കൂടുകയും പേശികൾക്ക് വലിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. സാധാരണയായി മുറിവ് എവിടെയാണോ അതിനു ചുറ്റുമുള്ള പേശികളിലാണ് ആദ്യം വലിച്ചിലുണ്ടാകുന്നത്. പതിയെ മറ്റു പേശികളിലേക്കും വലിച്ചിൽ വ്യാപിക്കും. ഇതിനടുത്ത ഭാഗത്ത് പേശികൾക്ക് വലിച്ചിലുണ്ടാകുന്നതിനെ ലോക്കൽ ടെറ്റനസ് എന്ന് പറയുന്നു. പേശി വലിച്ചിൽ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതിനെ ജനറൽ ടെറ്റനസ് എന്നും പറയുന്നു. ടെറ്റനസ് വന്നാൽ ആൻറ്റി ടെറ്റനസ് സീറം നൽകിയാണ് ചികിത്സിപ്പിക്കുന്നത്. ബാക്ടീരിയയെ നശിപ്പിക്കാൻ പെൻസിലിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കുകളും നൽകുന്നുണ്ട്. അതിനൊപ്പം ഒരു ടെറ്റനസ് കുത്തിവയ്പും എടുക്കണം. 6 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കണം. ചികിത്സിക്കുന്നതിൽ അശ്രദ്ധ കാട്ടരുത്. മൂക്ക് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ സമയാസമയങ്ങളിൽ നാസാദ്വാരങ്ങളിൽ വിരലുകൾ കടത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം നല്ലതല്ല. മൂക്ക് വൃത്തിയാക്കുന്നതിന് വൃത്തിയുള്ള തൂവാല എപ്പോഴും കൈവശം കരുതിയിരിക്കണം.
കുട്ടികളെയും ഈ രീതി പഠിപ്പിക്കേണ്ടതാണ്. ചെവിക്കായം കൂടെ തോണ്ടിക്കളയരുത്. ഇതുമൂലം ചെവിക്കുള്ളിലെ നേരിയ ചർമ്മാവരണത്തിന് ക്ഷതം സംഭവിക്കും. പകരം ജലബിന്ദുക്കൾ ഒഴിച്ച് വൃത്തിയാക്കുക. കുളിക്കുന്ന സമയത്ത് ചെവികളുടെ പിൻഭാഗത്തുള്ള അഴുക്ക് നന്നായി കഴുകിക്കളയണം. ചെവികളിൽ എന്തെങ്കിലും സാധനമോ പ്രാണികളോ കടക്കുകയോ അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുകയോ പഴുപ്പ് വരികയോ ചെയ്താൽ അശ്രദ്ധരായിരിക്കരുത്. വേഗം ഡോക്ടറെ സമീപിക്കുക. കണ്ണുകളുടെ ശുദ്ധിക്ക് വേണ്ടി വളരെയധികം ശ്രദ്ധിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. എപ്പോഴും വൃത്തിയായ ടവൽ കൊണ്ടോ മയമുള്ള തുണി കൊണ്ടോ കണ്ണുകൾ തുടയ്ക്കണം. സ്വന്തം ടവലോ തുവർത്തോ പ്രത്യേകം സൂക്ഷിച്ചു വയ്ക്കുക. കൺരോഗങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് മലിനമായ തുണി കൊണ്ടോ എല്ലാവരും ഒരേ തുണി കൊണ്ട് തുടയ്ക്കുന്നതുകൊണ്ടോ ആണ്. തീക്ഷ്ണമായ വെയിൽ, ശക്തിയേറിയ പ്രകാശം, പൊടി, പുക എന്നിവയിൽ നിന്നും കണ്ണിനെ രക്ഷിക്കേണ്ടതാണ്. കണ്ണുകൾ ക്ഷീണിച്ചാൽ കൈപ്പത്തികൾ കൊണ്ടവ മൂടി കുറച്ചുനേരം വിശ്രമം നൽകണം. വേനൽക്കാലത്ത് കണ്ണുകളിൽ പനിനീർ തുള്ളികൾ വീഴിക്കാം. കണ്ണുകളെ രോഗരഹിതമാക്കുന്നതിന് വിറ്റാമിൻ എയുള്ള സാധനങ്ങൾ ആഹാരത്തിൽ ചേർക്കണം. എന്തെങ്കിലും വേദനയോ മുറിവോ ഉണ്ടായാൽ വേഗം നേത്രചികിത്സാ വിദഗ്ധനെ കാണിക്കണം. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മുടിയുടെ ശുദ്ധിയിലും സംരക്ഷണത്തിലും അത്യധികം ശ്രദ്ധിക്കേണ്ടതാണ്. മുടിയുടെ ശുചിത്വത്തിനു വേണ്ടി തലമുടിയിലെ ചെളി കഴുകി വൃത്തിയാക്കുക. പകൽ 2 പ്രാവശ്യം ചീർപ്പ് ഉപയോഗിക്കുകയും രാത്രിയിൽ ഉറങ്ങുന്ന സമയം മുടിക്കെട്ടഴിച്ച് ബ്രഷ് ചെയ്യുവാനും മറക്കരുത്. തല കഴുകുവാൻ സോപ്പ് കൂടാതെ താളി, ഇഞ്ച, നെല്ലിക്ക മുതലായവയോ അല്ലെങ്കിൽ നല്ല ഷാമ്പുവോ ഉപയോഗിക്കാവുന്നതാണ്. മുടിയുടെ ചുവടിന് ഉറപ്പുണ്ടാകുന്നതിനും തലയിലെ രോമകൂപങ്ങൾ തുറന്നിരിക്കുന്നതിനും രക്തസഞ്ചാരം ശരിയാകുന്നതിനും വേണ്ടി തല കഴുകുന്നതിന് മുമ്പായി മുടിയിൽ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ പുരട്ടി തിരുമുക. ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ കുളിക്കുകയും ചെയ്യണം. ഇതുമൂലം മുടി കൊഴിച്ചിലും ചുണങ്ങുകളും ഉണ്ടാകുകയില്ലെന്ന് മാത്രമല്ല, മുടിക്ക് ഘനത്വവും ദൈർഘ്യവും വർദ്ധിക്കുകയും ചെയ്യും. മുടിയുടെ ശുചിത്വമില്ലായ്മയിൽ നിന്നാണ് തലയിൽ പേൻ പെരുകുന്നത്. ഏതെങ്കിലും കാരണവശാൽ പേൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പകൽ പലപ്പോഴും മുടിയിൽ ചീർപ്പ് ഉപയോഗിക്കുക. ഓരോരുത്തരും അവരവരുടെ ചീർപ്പുകൾ മാത്രം ഉപയോഗിക്കുകയും അവ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്യുക. മുടി കൂടെ കഴുകി വൃത്തിയാക്കിയും വിപണിയിൽ ലഭ്യമായ പേൻനാശിനികളായ ലേപനങ്ങൾ, ഷാംപൂ എന്നിവയോ നാടൻ താളിയോ ഉപയോഗിച്ചും മുടിയെ പേൻ വിമുക്തമാക്കാവുന്നതാണ്.